ഹായ് ക്ലാസ് 9 SCERT മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പെയർസ് ഓഫ് ഇക്വേഷനിൽ എക്സസൈസ് ആദ്യത്തെ പേജ് നമ്പർ 10 എക്സസൈസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യണത് കേട്ടോ. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slippers and the price of the bag? ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രിയ ഒരു ബാഗും ഒരു സ്ലിപ്പേഴ്സും വാങ്ങി. പ്രിയ ഒരു ബാഗും ഒരു പെയർ ഓഫ് സ്ലിപ്പേഴ്സുമാണ് വാങ്ങിയത്. ഈ രണ്ടും കൂടി വാങ്ങിയപ്പോൾ പ്രിയയ്ക്ക് വന്നത് ₹1100 ആണ് പ്രിയ കൊടുത്തത്. ഈ ബാഗിന് സ്ലിപ്പേഴ്സിനേക്കാളും 300 രൂപ കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാഗിൻ്റെയും സ്ലിപ്പേഴ്സിൻ്റെയും പ്രൈസ് എത്രയാണെന്ന് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വേറെ ആയിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. അതിന് ആദ്യം തന്നെ നമുക്ക് ബാഗിൻ്റെ പ്രൈസും സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസും അറിയില്ല, നമുക്ക് രണ്ടും കൂടിയിട്ടുള്ള പ്രൈസ് അല്ലേ അറിയുള്ളൂ. അപ്പോൾ ബാഗിനെ നമ്മൾ ലെറ്റ് ദ പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ദ ബാഗ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. ഓക്കെ, അതായത് നമുക്കറിയില്ല, അപ്പോൾ നമ്മൾ എക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ സാധനം സ്ലിപ്പേഴ്സിന് നമ്മൾ വൈ കൊടുക്കുകയാണ്. ലെറ്റ് ദ പ്രൈസ് ഓഫ് ദ സ്ലിപ്പേഴ്സ് ഈക്വൽ ടു വൈ. നമ്മളിത് ഫുൾ എഴുതണം കേട്ടോ, ഞാനിത് മടിയായതുകൊണ്ട് വെറുതെ 2 വര വരച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്യണമുണ്ട് കേട്ടോ. അപ്പോൾ ഈക്വൽ ടു വൈ എഴുതി. ഇനി നമുക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ബാഗും സ്ലിപ്പേഴ്സ് രണ്ടും കൂടി രണ്ടിൻ്റെ പ്രൈസ് ആഡ് ചെയ്യുമ്പോൾ ₹1100 വരുന്നുണ്ടെന്നാണ്. അപ്പോൾ അതായത് എന്താ, ഇത് എക്സ് ആണ് ബാഗ്, വൈ സ്ലിപ്പേഴ്സ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ₹1100. നമുക്കറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബാഗിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സ്ലിപ്പേഴ്സിനേക്കാളും 300 രൂപ കൂടുതലാണ്. അതായത് വൈയിനേക്കാളും 300 രൂപ കൂടുതലാണ് എക്സിന് അല്ലേ. അപ്പോൾ വൈ പ്ലസ് 300 ഈക്വൽ ടു എക്സ് ആണോ അല്ലയോ? അതെ. അപ്പോൾ വൈ പ്ലസ് 300 ഈക്വൽ ടു എക്സ്. അപ്പോൾ നമ്മൾ എക്സ് പ്ലസ് വൈ എന്ന് എഴുതുന്നതിന് പകരം ഈ എക്സിനെ നമ്മൾ വൈ പ്ലസ് 300 എന്ന് എഴുതുന്നു, എന്നിട്ട് നമ്മൾ വീണ്ടും വൈ എഴുതുന്നു. ഓക്കെ, വൈ പ്ലസ് 300 പ്ലസ് വൈ ഈക്വൽ ടു 1100. അപ്പോൾ ചിലർ ചോദിക്കും എന്തിനവിടെ 2 വൈ എഴുതിയാണെന്ന്. കാരണം വൈ പ്ലസ് 300 എന്ന് പറയുന്നതിനാണ് എക്സ് അല്ലേ. വൈ പ്ലസ് 300 ഈക്വൽ ടു എക്സ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, എക്സിന് വൈനേക്കാളും 300 rupees കൂടുതലാണ് നമ്മൾ പറയണത്. അത് ഇവിടെ സ്ലിപ്പേഴ്സിനെയും ഇവിടെ ബാഗിനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇനി 1100. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ 2 വൈ വന്നു, അപ്പോൾ നമുക്ക് 2y പ്ലസ് 300 ഈക്വൽ ടു 1100 എന്ന് എഴുതാം. 2y ഈക്വൽ ടു 1100 മൈനസ് 300. എന്തുകൊണ്ടാണ്? കാരണം നമ്മളിവിടെ ട്രാൻസ്പോസ് ചെയ്യണം അല്ലേ. ഈ സൈഡിൽ വേരിയബിളും കോൺസ്റ്റൻറ്റും ഒരുമിച്ച് വന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യാന്നാണ് അതിന് പറയുക. ഈ ഒരു കോൺസ്റ്റൻറ്റിനെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതിൻ്റെ സൈൻ ചേഞ്ച് ആവും. ഇവിടെ നമുക്ക് പ്ലസ് ആണ്, ഇത് പ്ലസ് ആണ് കേട്ടോ, പ്ലസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ അത് മൈനസ് ആവും. അപ്പോൾ 2y ഈക്വൽ ടു 800 rupees. ഇതെങ്ങനെ 800 ആയാൽ നമ്മളിത് രണ്ടും മൈനസ് ചെയ്തല്ലേ. 1100 മൈനസ് 300. 311 ആവാൻ എത്ര വേണമെന്ന് നോക്കിയാൽ മതി, 8 അല്ലേ. നമ്മൾ 2 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ 800. ഇനി y ഈക്വൽ ടു 800 ബൈ 2 ഈക്വൽ ടു ₹400. ഇപ്പോൾ y എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതെന്താണ്, പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സാണ് y. അപ്പോൾ നമുക്ക് പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് കിട്ടി. അപ്പോൾ നമുക്ക് പ്രൈസ് ഓഫ് ബാഗ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. എന്താ കാരണം, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 300. ദെർഫോർ എക്സ് ഈക്വൽ ടു 400 പ്ലസ് 300. കാരണം എന്താ, നമ്മൾ എക്സ് എന്ന് പറയുന്നത് വൈനേക്കാളും 300 രൂപ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 300 രൂപ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ₹700 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൈസ് ഓഫ് ബാഗ് ഇവിടെ കിട്ടി, പ്രൈസ് ഓഫ് സ്ലിപ്പർ ഇവിടെയും കിട്ടി. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു.